കോട്ടയത്തേക്കാണ്, അക്ഷരനഗരിയിലേക്കാണ്. ഭാഷയെക്കുറിച്ച് അല്പം പഠിക്കാനാണ്. കോട്ടയത്ത് ഇപ്പോൾ ഒരു പുതിയ ആകർഷണമായി എത്തിയിരിക്കുകയാണ്. മറിയപ്പള്ളിയിൽ സഹകരണ വകുപ്പ് സ്ഥാപിച്ച അക്ഷര മ്യൂസിയം എല്ലാവരുടെയും ശ്രദ്ധാകേന്ദ്രമായി മാറുകയാണ്. ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ഭാഷാ മ്യൂസിയമായി ഇവിടെ എത്തിയാൽ നമ്മുടെ ഭാഷയെ ആഴത്തിൽ അറിയാൻ കഴിയും. ഏതായാലും നമുക്കൊന്ന് ആഴത്തിൽ അറിഞ്ഞു വരാം. ഇതാണ് അക്ഷരനഗരിയുടെ അഭിമാനമായ അക്ഷര മ്യൂസിയം. അക്ഷരങ്ങളെക്കുറിച്ചും ഭാഷയെക്കുറിച്ചും ആഴത്തിൽ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് പുതിയ വാതായനങ്ങൾ തുറന്നിടുകയാണ് ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ഭാഷാ മ്യൂസിയമായ ഈ അക്ഷര മ്യൂസിയം. സാഹിത്യപ്രവർത്തക സഹകരണ സംഘത്തിൻ്റെ മറിയപ്പള്ളിയിലുള്ള സ്ഥലത്താണ് സഹകരണ വകുപ്പ് അക്ഷര മ്യൂസിയം സ്ഥാപിച്ചിട്ടുള്ളത്. 4 ഘട്ടങ്ങളിലായി നടപ്പാക്കുന്ന പദ്ധതിയുടെ ആദ്യഘട്ടമാണ് പൂർത്തിയായിട്ടുള്ളത്. ഭാഷയുടെ ഉൽപ്പത്തി അടക്കമുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ഈ ആദ്യഘട്ടത്തിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. ഒന്നാം ഘട്ടത്തിൽ 4 ഗ്യാലറികളാണ് ഉള്ളത്. മനുഷ്യഭാഷയുടെ ഉൽപ്പത്തിയെക്കുറിച്ച് പറഞ്ഞു തരുന്ന ഒരു വീഡിയോ ദൃശ്യവും 360 ഡിഗ്രിയിൽ ഇവിടെ പ്ലേ ചെയ്ത് തരുന്നുണ്ട്. ഏറ്റവും കൂടുതൽ ഇവിടെ എത്തുന്നവരെ ആകർഷിക്കുന്നതും അതുതന്നെയാണ്. പൊതുവെ ഇന്ത്യയിലും പ്രത്യേകിച്ച് കേരളത്തിലോ കാണുന്ന മ്യൂസിയങ്ങൾക്ക് അധികവും നമ്മൾ മ്യൂസിയോളജി പ്രകാരം ടെമ്പിൾ സെൻറ്റേർഡ് മ്യൂസിയങ്ങൾ എന്നാണ് പറയുക. ക്ഷേത്ര മാതൃകയുള്ള മ്യൂസിയം. കാരണം ഒബ്ജക്റ്റ് കൊണ്ടുവെക്കുന്നു, അത് കാണുന്നു, പോകുന്നു എന്നുള്ള രീതിയിലുള്ള. പക്ഷെ നമ്മൾ ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നത് മ്യൂസിയം ആസ് ഫോറം എന്നുള്ളൊരു കോൺസെപ്റ്റാണ്. അതുപ്രകാരം ഒരു മൂവിങ് മ്യൂസിയമാണ്, ചലിക്കുന്ന മ്യൂസിയമാണ്. വരമൊഴിയായും ഗുഹാവരകളായും ചിത്രലിപികളായും പരിണമിച്ച ഭാഷയുടെ വ്യത്യസ്ത തലങ്ങൾ അടയാളപ്പെടുത്തുന്നതാണ് ഒന്നാമത്തെ ഗ്യാലറി. ഇന്ത്യൻ ലിപി സമ്പ്രദായത്തിൻ്റെ ചരിത്രം വരച്ചു കാട്ടുന്നതാണ് രണ്ടാമത്തെ ഗ്യാലറി. ശരിക്കും പറഞ്ഞാൽ ഇതൊരു ഞങ്ങളുടെ അക്കാഡമിക് ടൂർ പോലെയാണ് ഇതിനെ കാണുന്നത്. ഭാഷയെ സ്നേഹിക്കുന്നവർക്ക് വളരെ പ്രയോജനപ്പെട്ട ഒരു ഇതാണ്. ആദിമ മനുഷ്യൻ എങ്ങനെയാണ് വാമൊഴിയിൽ നിന്നും ഇപ്പോൾ ഉള്ള വരമൊഴിയിലേക്കുള്ള ട്രാൻസ്ഫർ, ഇതെല്ലാം പണ്ടത്തെ സോഷ്യൽ സ്റ്റഡീസ് ബുക്കിനകത്ത് വായിച്ചത് മാത്രമേ ഉള്ളൂ. ആ ഒരു ഹിസ്റ്റോറിക്കൽ എലമെൻറ്റ് മുഴുവൻ അറിയാൻ പറ്റിയിട്ടുണ്ട്. എഴുത്തിൽ നിന്ന് അച്ചടിയിലേക്ക് ഭാഷ കടന്നതിനെക്കുറിച്ചാണ് മൂന്നാമത്തെ ഗ്യാലറിയിൽ പറയുന്നത്. നാലാമത്തെ ഗ്യാലറിയിൽ കാണിച്ചിരിക്കുന്നത് സാഹിത്യപ്രവർത്തക സഹകരണ സംഘത്തിൻ്റെ വളർച്ചയെക്കുറിച്ചും ചരിത്രവുമെല്ലാമാണ്. ശരിക്കും ഇത് അറേഞ്ച് ചെയ്തിരിക്കുന്ന ഒരു ക്രോണോളജിക്കൽ ഓർഡർ ആയിട്ടാണ്. അപ്പം ഞാനിപ്പോൾ ഹ്യൂമാനിറ്റീസ് സ്റ്റുഡൻ്റാണ്. അപ്പം ഞങ്ങൾക്ക് അതിൽ കേരള ഹിസ്റ്ററി പഠിക്കാനുണ്ട്. അപ്പോൾ എനിക്ക് അത് ഞാൻ പഠിക്കുന്നതുകൊണ്ട് തന്നെ കൂടുതൽ ഇതായിട്ട് കണക്ട് ചെയ്യാൻ പറ്റി ഓരോ കാര്യങ്ങളും. ശരിക്കും പറഞ്ഞാൽ മലയാള ഭാഷയുടെ ആ ഔന്നത്യം ഞങ്ങൾക്ക് ഇവിടെ വന്നപ്പോൾ ശരിക്കും ബോധ്യപ്പെട്ടു. കാര്യം ഭാഷയെ സ്നേഹിക്കുന്നവർക്ക് തീർച്ചയായിട്ടും ഇതൊരു ക്ഷേത്രമാണ് എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. ഡിജിറ്റൽ സാങ്കേതികവിദ്യ വലിയ രീതിയിൽ ഉപയോഗിച്ചിട്ടുണ്ട് ഈ മ്യൂസിയത്തിൽ. ഭാഷയെ അടുത്തറിയാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇവിടെയുള്ള ഈ ടച്ച് സ്ക്രീനുകൾ ഉപയോഗിച്ചാൽ വിശദമായി കാര്യങ്ങൾ പഠിക്കാം.
എടുത്തു പറയേണ്ടത് എഴുത്തുകാരുടെ കൈയക്ഷരങ്ങളും അതുപോലെ തന്നെ അവരുടെ ശബ്ദരേഖയും ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. മ്യൂസിയം മാത്രമല്ല, ഭാഷയെക്കുറിച്ച് വിശദമായി പഠിക്കുന്നതിനുള്ള ഡോക്യുമെൻ്ററികൾ പ്രദർശിപ്പിക്കുന്നതിന് വേണ്ടി ഒരു തിയേറ്ററും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഇതിൻ്റെ പിന്നിൽ നല്ലൊരു ടീം റിസർച്ച് വർക്ക് നടന്നിട്ടുണ്ട്. അതിന് അനവധി ചരിത്ര ഗവേഷകരുടെ, ചരിത്ര പണ്ഡിതന്മാരുടെ, രാഘവാര്യ സാറിനെ പോലുള്ള, കേശവൻ വെളുത്താട്ട് സാറിനെ പോലുള്ള ചരിത്ര പണ്ഡിതന്മാരുടെയും കൂടെ സഹായത്തോടുകൂടിയൊക്കെയാണ് നമ്മൾ ഇത്തരത്തിൽ ഈ മനുഷ്യ ഉൽപ്പത്തിയെ സംബന്ധിച്ചും ഭാഷയുടെ ഉൽപ്പത്തിയെ സംബന്ധിച്ചുള്ള വിശദമായ കണ്ടൻറ്റുകൾ തയ്യാറാക്കിയിരിക്കുന്നത്. കഥയ്ക്കും കവിതയ്ക്കുമൊക്കെ പ്രാധാന്യം നൽകുന്ന ഗ്യാലറികളും അടുത്ത ഘട്ടത്തിൽ ഉണ്ടാകും. സാംസ്കാരിക ചരിത്ര പൈതൃക കേന്ദ്രങ്ങളെ സമന്വയിപ്പിച്ചുകൊണ്ടുള്ള ഒരു ടൂറിസം സർക്യൂട്ടിനും ഈ അക്ഷര മ്യൂസിയത്തിൻ്റെ ഭാഗമായി തുടക്കം കുറിച്ചിട്ടുണ്ട്. എന്തായാലും ഈ അക്ഷര മ്യൂസിയത്തിൻ്റെ കാഴ്ചകൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. കോട്ടയത്ത് നിന്ന് അരുൺ നീണ്ടൂരിനൊപ്പം ടോപ്പി ജോൺസൺ, 24. അപ്പോൾ നമ്മുടെ സ്ഥിരം മ്യൂസിയം സങ്കല്പങ്ങളെല്ലാം പൊളിച്ചെഴുതുന്ന ഒരിടമാണ് അക്ഷര മ്യൂസിയം. ഉറപ്പായും കോട്ടയം വഴി പോകുന്നവർ, കോട്ടയത്തേക്ക് പോകുന്നവർ, അതും അല്ലെങ്കിൽ അക്ഷര മ്യൂസിയത്തിലേക്ക് തന്നെ പോകണം, കാണണം.